കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായിരുന്ന ഹിൽ പാലസ് മ്യൂസിയം ഇന്ന് സന്ദർശിക്കാൻ വേണ്ടി പോയി. കാറ് പാർക്കിങ്ങിലിട്ടിട്ട് ഇങ്ങനെ കുറച്ച് നടന്നിട്ട് വേണം പോകാൻ. അപ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഒരു കുളമാണ്. രാജാക്കന്മാരൊക്കെ കുളിച്ചിരുന്ന മനോഹരമായ ഒരു കുളം. വെള്ളം കുറവാണ്. പിന്നെ കുറേ ചവിട്ടുപടികളൊക്കെ കയറിയിട്ട് വേണം ആ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് നടക്കുക. ഡച്ച് ആൻഡ് കേരള ഒരു മിക്സായിട്ടുള്ള ആർക്കിടെക്ചറൽ സ്റ്റൈലിലാണ് ഇതിൻ്റെ പ്രധാന കൊട്ടാരം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മളെ ചെരുപ്പ്, മറ്റുള്ള ബാഗ് സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്ന ക്ലോക്ക് റൂമിൽ സൂക്ഷിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ഈ ക്ലോക്ക് റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു പ്രാവിൻ്റെ കൂട്, രാജാക്കന്മാർ പ്രാവിനെ വളർത്തിയിരുന്നതാവാം. ഇതൊരു ലിഫ്റ്റാണ്. കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ഈ കൊട്ടാരത്തിലായിരുന്നു. പിന്നെ നല്ല മനോഹരമായ ഇറ്റാലിയൻ മാർബിൾസ് കൊണ്ടാണ് നിലം ഒക്കെ ചെയ്തിട്ടുള്ളത്. അകത്ത് കയറുമ്പോൾ നല്ല മനോഹരമായ രൂപത്തിലാണ് മരങ്ങളും ഒക്കെ വെച്ചിട്ട് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിമനോഹരമാണ് അകം. ഇതായിരുന്നു അവരുടെ സിംഹാസനം. ഇവിടെ ഇരുന്നിട്ടായിരുന്നു രാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നത്. ഈ കാണുന്നത് ഒരു കറങ്ങുന്ന കസേരയാണ്. പിന്നെ അവരുപയോഗിച്ചിരുന്ന വാഹനങ്ങൾ, ഇതൊക്കെ ബ്രിട്ടീഷുകാർ അവർക്ക് ഗിഫ്റ്റ് കൊടുത്താണ് ഈ വാഹനങ്ങളൊക്കെ. കുതിരയെ കെട്ടിയിട്ടാണ് ഈ വാഹനങ്ങളൊക്കെ വലിക്കുക. അന്നത്തെ കാറുകൾ, അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ഒറിജിനൽ പാത്രങ്ങൾ, അവർ വെള്ളം ശേഖരിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള പാത്രങ്ങൾ പല രാജ്യത്തു നിന്ന് കൊണ്ടുവന്നതുണ്ട്. അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, പിന്നെ വീട്ടിലുള്ള മറ്റ് അവരുടെ ഫർണിച്ചറുകൾ, അവരുപയോഗിച്ചിരുന്ന എല്ലാം അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ ഒരു മരം കൊണ്ട് ഒരു ആനയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ അവരുടെ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും. അവരുടെ ഫോട്ടോകൾ, അവർ ഫാമിലിയായിട്ട് കൂടെ നിൽക്കുന്ന ഫോട്ടോകൾ, അവർ ജീവിച്ച വർഷങ്ങൾ, പിന്നെ നല്ല ഭംഗിയുള്ള മരം കൊണ്ടുള്ള ഒരുപാട് മരം കൊണ്ട് നല്ല ഭംഗിയുള്ള കുറേ പണികളും കൊത്തുപണികളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയും. എന്ത് മനോഹരമായിട്ടൊരു ജീവിതമായിരിക്കും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുകയെന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ വീടിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ, പുറത്തൊക്കെ നല്ല മനോഹരമായ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് പഴയ കൊട്ടാരമാണ്. ഇതുവരെ നമ്മൾ കണ്ടത് പുതിയ കൊട്ടാരമാണെങ്കിൽ ഇത് പഴയ കൊട്ടാരമായിരുന്നു. ഈ പഴയ കൊട്ടാരം തികച്ചും കേരളീയ വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതിൽ ഡച്ചിൻ്റെയോ ഒന്നും സ്വാധീനമില്ല. ഡച്ച് വാസ്തുവിദ്യയുടെ സ്വാധീനമൊന്നുമില്ല. തികച്ചും ഒരു കേരളീയ തനിമയിലാണ് നമുക്കവിടെ കാണാൻ കഴിയുക. അവിടെ നോക്കുമ്പോൾ ഒരു ചെമ്പ് പോലെ എന്തോ ഒരു സാധനം, ഒരു പക്ഷേ വെള്ളം നിറച്ച് വെച്ചതായിരിക്കാം. അവർ വെള്ളം പിടിച്ച് വെച്ചതായിരിക്കാനാണ് സാധ്യത. വലിയ ഒരു പാത്രം. പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ കെട്ടിടങ്ങളുണ്ട്. അവരുടെ ആരാധനാലയങ്ങളുണ്ട്, അവരുടെ മറ്റുള്ള സ്റ്റാഫുകളുടെ റൂമുകൾ. പിന്നെ ഇതൊരു മ്യൂസിക് സിസ്റ്റമാണ്. ഇതൊരു പ്രത്യേക രൂപത്തിൽ പ്ലേ ചെയ്യുന്നൊരു ഒരു മ്യൂസിക് സംവിധാനമാണിത്. ഇതിൻ്റെ പാട്ട് കേൾക്കാൻ വളരെ മനോഹരമായിരുന്നൊക്കെയാണ് അവർ ഗൈഡ് പറഞ്ഞത്. എല്ലാം കണ്ടിറങ്ങുമ്പോൾ ഒരു 100 കണക്കിന് വർഷം പുറകിലോട്ട് പോയ ഒരു ഫീലിംഗ് ആയിരുന്നു. നന്നായി ആസ്വദിച്ചു. ബ്യൂട്ടിഫുൾ.